ഹലോ, അസ്സാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മക്കളുടെ ഹെയർ അക്സസറീസും വളകളും മാലകളും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിനായിട്ട് ഞാനൊരു കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷർട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡാണേ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഞാനൊരു തുണിയെടുത്ത് നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ടേ. അതിനുശേഷം ആ 2 കാർഡ്ബോർഡ് പീസും ചേർത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെക്കണേ. എന്നിട്ട് ഒരു ടേപ്പ് എടുത്ത് രണ്ടും കൂടെ ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കാൻ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ. ഞാനിവിടെ പെയിൻറ്റിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇവിടെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 2 സൈഡിലും പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ കുറച്ച് കാർഡ്ബോർഡ് പീസ് എടുക്കാം. ഇത് ചെറുതായിട്ട് നീളത്തിന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളർ പെയിൻറ്റ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ ബ്ലാക്ക് പെയിൻറ്റിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്താണ് പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആ പീസുകളുടെ 2 സൈഡിലും പെയിൻറ്റ് അടിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ പെയിൻറ്റ് അടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മോൾക്കും പെയിൻറ്റ് അടിക്കാൻ ഒരാഗ്രഹം. അങ്ങനെ ബാക്കിയുള്ള പീസിൽ അവൾ പെയിൻറ്റ് ചെയ്തെടുത്തു. അവൾക്ക് ഇതുപോലെ പെയിൻറ്റ് അടിക്കാനും പടം വരയ്ക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ ആഗ്രഹത്തിന് കുറച്ച് പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച ആ കാർഡ്ബോർഡ് പീസ് നമ്മുടെ ടേബിളിൻ്റെ റോയിലോട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ച ആ പീസില്ലേ, അതെടുത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വയ്ക്കാം. അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ തേച്ചതിന് ശേഷമാണ് വെക്കേണ്ടത്. എന്നാലേ അവിടെ ഒട്ടിയിരിക്കൂ. എന്നിട്ട് ചെറിയ പീസുകൾ നമുക്കിഷ്ടമുള്ള രീതിയിലെല്ലാം ഒട്ടിച്ചെടുക്കാം. അതിലും ഫെവിക്കോൾ തേച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാനേ. നിങ്ങൾക്ക് എത്ര റോകൾ വേണോ അതിനനുസരിച്ച് ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ വെറുതെ കളഞ്ഞ സാധനങ്ങൾ കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തപ്പോൾ എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കിയേ. ഇനി അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം കാണാം. എത്ര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് കണ്ടില്ലേ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും.